ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗവിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തില് ശ്രീകൃഷ്ണ ലീലാമൃതം ഇന്ന് സമർപ്പിക്കുകയാണ്. ഇന്ദ്രിയങ്ങളുടെ അധീശൻ ഋഷികേശനാണ്, കൃഷ്ണനാണ്. അതിനാൽ ഇന്ദ്രിയങ്ങളെ അദ്ദേഹത്തിൻ്റെ സേവനത്തിൽ നിരതമാക്കണം. ആ ഇന്ദ്രിയങ്ങളുടെ ഈശ്വരനായിരിക്കുന്ന ഋഷികേശൻ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിച്ചാൽ മാത്രമേ ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. ഈശ്വര ശരണത്തിൽ ഇല്ലെങ്കിൽ ഈശ്വര വിശ്വാസത്തോടുകൂടി ഈശ്വരനെ പൂജിക്കുന്നവർക്ക് ഇല്ലെങ്കിൽ ഇഷ്ടദേവതയെ ഉപാസിക്കുന്നവർക്ക് മാത്രമേ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു. അത് കുതിച്ചു പായുന്ന കുതിരകളെ പോലെയാണ്. ആമ അതിൻ്റെ ഇന്ദ്രിയങ്ങളെ പ്രതിസന്ധി ഘട്ടത്തിൽ ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ നാം നമ്മുടെ ഇന്ദ്രിയങ്ങളെയും കണ്ണിനെ കാഴ്ചകളിൽ നിന്നും, ചെവിയെ കേൾവികളിൽ നിന്നും, മൂക്കിനെ ഗന്ധത്തിൽ നിന്നും, നാക്കിനെ സ്വാദിൽ നിന്നും, ത്വക്കിനെ സ്പർശനത്തിൽ നിന്നും പിൻവലിക്കണം. അഷ്ടാംഗയോഗത്തിൽ പ്രത്യാഹാരം എന്ന് പറയുന്നത് തന്നെ അതാണ്. അപ്പം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ഈശ്വരനെ ശരണം പ്രാപിക്കുന്നവർക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കൂ എന്നർത്ഥം. അതിന് ആഹാര നിയന്ത്രണമാണ്. ജനിക്കുമ്പോൾ തൊട്ട് നമ്മൾ കരച്ചിൽ തുടങ്ങിയത് ആഹാരത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കുറേശ്ശെ ആഹാരത്തിലുള്ള നിർബന്ധ ബുദ്ധികളൊക്കെ ഉപേക്ഷിച്ചാൽ തന്നെ ഇന്ദ്രിയ നിയന്ത്രണങ്ങളും സാധ്യമാണ്. ഇനി പ്രത്യക്ഷത്തിലുള്ള കർമ്മേന്ദ്രിയങ്ങളെ, ജ്ഞാനേന്ദ്രിയങ്ങളെ നമ്മൾ നിയന്ത്രിച്ചാലും ഈ മനസ്സിനെയും കൂടെ നിയന്ത്രിക്കണം. അത് ലഘു സാധ്യമല്ല എന്ന് ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ട്. കാരണം എന്താ, നമ്മൾ മുമ്പിലിരിക്കുന്ന വസ്തു വേണ്ടാന്ന് വെച്ചു, അതിൻ്റെ ആഗ്രഹമില്ലാതെ അതിൻ്റെ പിന്നാലെ ഓടുന്നത് കർമ്മേന്ദ്രിയം കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളൊക്കെ നിർത്തിയിരുന്നാലും അടങ്ങിയിരുന്നാലും വേണ്ടില്ല. മനസ്സിങ്ങനെ പറയും അത് കിട്ടിയിരുന്നെങ്കിൽ കിട്ടിയിരുന്നേ. അപ്പം അതിലും കൂടെ വിരക്തി ഉണ്ടാകണം. അങ്ങനെ ഒരു ചിന്ത തന്നെ നമുക്ക് ഉണ്ടാകാതിരിക്കുന്ന അവസ്ഥയിൽ, അതായത് ഭൗതിക ബന്ധങ്ങളിൽ വിരക്തി ഉണ്ടാക്കണം എന്നർത്ഥം. ബോധം പോലും ഞാൻ എൻ്റെ എന്ന് പറയുമ്പോൾ ശരീരത്തെയാണ് നമ്മൾ കണക്കാക്കുക. അപ്പം ആ ശരീരബോധത്തെ പോലും വിടാൻ സാധിക്കണം. അതാണ് ശരിക്കും ഭക്തിയുടെ പ്രഭാവം. ഇല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരത്തിന് നമ്മളെ ഭൗതിക ബന്ധത്തിൽ നിന്നും വേർപെടുത്തി ഈശ്വരനിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ സേവനത്തിൽ തന്നെ നിരതനാകുക എന്ന് പറഞ്ഞാൽ എന്ത് ചിന്തിച്ചാലും, എന്ത് പറഞ്ഞാലും, എന്ത് പ്രവർത്തിച്ചാലും ഒക്കെ ഈശ്വര സ്മരണയോടുകൂടി ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഭൗതിക യശസ്സിൻ്റെ കാര്യം പറഞ്ഞാൽ ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങൾക്ക് എതിരായിട്ട് പോകാൻ ആഗ്രഹിച്ച് പരാജയം അടഞ്ഞ രാവണനെ പോലുള്ള അസുരന്മാർ അനേകമുണ്ട്. അതിനാൽ ഭഗവാനെ സേവിക്കാതെ മിഥ്യാഭിമാനത്തിന് വേണ്ടിയിട്ട് വൈഷ്ണവനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആരും അസുര കർമ്മങ്ങളിൽ ഏർപ്പെടരുത്. എന്നാൽ ഒരുവൻ സ്വയം ഭഗവത് സേവയിൽ വ്യാപൃതനാകുമ്പോൾ വൈഷ്ണവൻ എന്ന പ്രശസ്തി അവന് സ്വയമേവ വന്നു ചേരും. ഭഗവാന്റെ മഹിമാനങ്ങൾ പ്രചരിപ്പിക്കുന്ന ഭക്തന്മാരോട് വിഷാദം ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല. ഉദ്ബോധനത്തിൽ അർത്ഥമൊന്നുമില്ലെന്നും ഭഗവത് നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് വൃന്ദാവനത്തിലെ ഏകാന്തമായ സ്ഥലത്ത് എവിടെയെങ്കിലും ഇരിക്കുകയാണ് അതിനേക്കാൾ നല്ലതെന്ന് ചിലർ ഉപദേശിക്കാറുണ്ട്. വൃന്ദാവനത്തിലെ ബാബാജിമാരെ കുറിച്ചുള്ള പ്രായോഗിക അനുഭവം നമുക്കുണ്ട്. പരമപുരുഷന്റെ മഹിമാനം പ്രകീർത്തിക്കാൻ ഉദ്ബോധനം നടത്തുന്നതിൽ വ്യാപൃതനായിരിക്കുന്നവനെ ഉദ്ബോധകൻ എന്ന സൽപ്പേര് അവന് പോകുന്നിടത്തൊക്കെ സദാ പിന്തുടർന്ന് ഈ ബാബാജിമാർ അറിയുന്നില്ല. അതിനാൽ കാലമാകുന്നതിന് മുമ്പ് സത്യസന്ധമായ ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ച് വൃന്ദാവനത്തിൽ സദാചാരപൃഷ്ടമായിരിക്കുന്ന ജീവിതം നയിക്കാൻ തുനിയരുത്. വീടുപേക്ഷിച്ച് വനാന്തരങ്ങളിൽ പോയി കൃഷ്ണനെ അന്വേഷിക്കാനുള്ള സുഖദേവ ഗോസ്വാമിയുടെ നിർദ്ദേശം അപക്വബുദ്ധികൾക്ക് വേണ്ടിയുള്ളതല്ല. പരീക്ഷിത് മഹാരാജാവ് പക്വമനസ്സനായിരുന്നു. ഗൃഹസ്ഥ ജീവിതത്തിൽ പോലും അഥവാ ജീവിത ആരംഭം മുതൽക്കേ ഭഗവാൻ കൃഷ്ണന്റെ മൂർത്തിയെ അദ്ദേഹം ആരാധിച്ചിരുന്നു. പിൽക്കാലത്ത് ഗൃഹസ്ഥാശ്രമത്തിലായിരുന്നെങ്കിലും രാജഭരണം നടത്തുമ്പോഴും അദ്ദേഹം എന്നും അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും വിരക്തഭാവത്തിൽ രാജർഷിയായിക്കൊണ്ട് തന്നെ നിസ്സംഗഭാവത്തിൽ
ഈ ഭക്തിയുടെ ഭാവം നിലനിർത്തിയിരുന്നു എന്നുള്ളതാണ് സത്യം. അതിനാൽ മരണത്തിൻ്റെ അറിയിപ്പ് കിട്ടിയ നിമിഷം തന്നെ അദ്ദേഹം ഗൃഹസ്ഥ ജീവിതവുമായിട്ടുള്ള സകല ബന്ധവും ഉപേക്ഷിച്ച് ഗംഗാനദിയുടെ തീരത്ത് ഭക്തജനങ്ങളോടൊപ്പം ശ്രീമദ് ഭാഗവതം ശ്രമിക്കാൻ ആരംഭിക്കുകയും ചെയ്തത് നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യമാണ്. അപ്പോൾ മരണം ആസന്നമായിരിക്കുന്ന ഒരു സമയത്ത് എന്തായാലും മരണം സംഭവിക്കും, എല്ലാവർക്കും അത് അനിവാര്യമായ ഒരു പ്രകൃതി നിയമമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ പരീക്ഷിത് മഹാരാജാവ് ജനിച്ചത് തന്നെ ഭഗവാന്റെ അനുഗ്രഹത്താലാണ്. ഗർഭപാത്രം തൊട്ട് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് യഥാർത്ഥത്തിൽ പരീക്ഷത്തിനെ രക്ഷിച്ചു കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ആ സംസ്കാരം, അതിൻ്റെ ആ ജന്മവാസന ജനിക്കുമ്പോൾ തന്നെ, അതായത് ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ തന്നെ ഭഗവാനെ കണ്ടുകൊണ്ടാണ് പരീക്ഷിത് മഹാരാജാവ് ജീവിക്കുന്നതും. ജനിച്ചു വന്നപ്പോഴും ഭഗവാനെ കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഭഗവാന്റെ രക്ഷയിലാണ് ജീവിച്ചത്. അതുകൊണ്ട് അനന്യഭക്തനായിക്കൊണ്ട് തന്നെ രാജ്യഭാരം ഏൽക്കുമ്പോഴും തൻ്റെ പിതൃക്കളിൽ നിന്നും, ഇല്ലെങ്കിൽ തൻ്റെ കാരണവന്മാരിൽ നിന്നും, അച്ഛനായിക്കോട്ടെ മുത്തശ്ശന്മാരായിക്കോട്ടെ, ഇവരിൽ നിന്നൊക്കെ ആ ഭക്തിയുടെ ഭാവത്തെ, ആ വാസനാബലം തന്നെ പരീക്ഷിത് മഹാരാജാവിന് കിട്ടിയിരുന്നു എന്നത്. അപ്പം ട്രഡീഷൻ, കുലധർമ്മം എന്ന് പറയുന്നത് ഈ സനാതനമായിരിക്കുന്ന കുലധർമ്മം പാരമ്പര്യമായിട്ട് പകർന്നു വന്നിരുന്ന, അത് ലഭിച്ചിരുന്ന ആളാണ് പരീക്ഷിത് മഹാരാജാവ്. അതുകൊണ്ട് ആ രാജ്യഭരണം നടക്കുമ്പോഴും ചെറുപ്പത്തിൽ ബ്രഹ്മചര്യാവസ്ഥയിലും ഈ കൃഷ്ണ അവബോധത്തോടെയാണ് ഓരോ കാര്യങ്ങളും പഠിച്ചതും ശാസ്ത്രത്തെ അനുകരിച്ചതുമൊക്കെ. പിന്നെ ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കുമ്പോഴും ഈ ഭക്തിയുടെ ഭാവം വിടാതെ കൃത്യമായിട്ട് രാജഭരണം നടത്തുന്ന കാലത്തും നിസ്സംഗഭാവത്തിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വേണ്ട വിധം പ്രവർത്തിച്ച് ഭഗവാന്റെ രക്ഷയിൽ തന്നെയാണ് പരീക്ഷിത് മഹാരാജാവ് കഴിഞ്ഞത്. അതുകൊണ്ട് ഒരു അന്ത്യഘട്ടത്തിൽ, ഇല്ലെങ്കിൽ അവസാന ഘട്ടത്തിൽ മരണം ആസന്നമാണെന്ന് മുൻകൂട്ടി അറിയാൻ സാധിച്ചു. ഇത്ര ദിവസങ്ങൾക്കകം ഞാൻ മരിക്കുമെന്ന് മനസ്സിലായപ്പോൾ, അപ്പോൾ കുറേശ്ശെ വിരക്തി ഉണ്ടാക്കിയിരിക്കുന്ന ഒരാൾക്ക് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഉപേക്ഷിക്കാൻ വിഷമമൊന്നുമില്ല. നിസ്സംഗഭാവത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു ദിവസം ഗൃഹസ്ഥാശ്രമധർമ്മം ഉപേക്ഷിച്ചിട്ട് മരണത്തിലേക്ക് പോകേണ്ടി വന്നാലും, ഇല്ലെങ്കിൽ ആധ്യാത്മികതയിലേക്ക് പൂർണ്ണമായിട്ട് മാറണം എന്ന് തോന്നിയാലും അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല. അതുകൊണ്ട് വാനപ്രസ്ഥം എന്ന് പറയുന്ന പ്രക്രിയ, അല്ലെങ്കിൽ ആശ്രമധർമ്മം പറയുന്നത് തന്നെ കുറേശ്ശെ ഭൗതികമായിട്ടുള്ള ബന്ധങ്ങൾ മതി എന്ന് തോന്നിയിട്ട് അതിനോടൊക്കെ വിരക്തി ഉണ്ടാക്കണം എന്നാണ്. അതിനുള്ള അവസരം, അപ്പോൾ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഭൗതികതയിൽ വിട്ടിട്ട് ഈശ്വരനോട് തന്നെ ഉണ്ടാക്കിയെടുക്കണം. അതിൽ ആസക്തി ഉണ്ടാക്കണം, അതിൽ ആകർഷീയത ഉണ്ടാക്കണം. അങ്ങനെ നേടിയെടുത്ത ഒരു രാജർഷിയായിരുന്നു, അങ്ങനെ ഒരു ശക്തി നേടിയെടുത്ത രാജർഷിയായിരുന്നു പ്രാക്ടിക്കൽ തലത്തിൽ പരീക്ഷിത് മഹാരാജാവ്. അതുകൊണ്ട് മരണം ആസന്നമാണ്, ഇത്ര ദിവസം മരിക്കുന്ന കൃത്യമായിട്ട് മനസ്സിലായപ്പോൾ ഈ ഗൃഹസ്ഥാശ്രമത്തിൽ നടക്കുന്ന എല്ലാ ഭൗതിക ബന്ധങ്ങളും വിട്ടിട്ട് ഭാഗവതം കേൾക്കാൻ തയ്യാറായി. നമ്മളിപ്പം ഭാഗവതം കേൾക്കാൻ വേണ്ടിയിട്ട് പോയാൽ തന്നെ ഈ ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങൾക്ക് അനുസരണമായിക്കൊണ്ട് അവിടെ ഇരിക്കുക. എന്തെങ്കിലും ബന്ധനം കൊണ്ടാണ് വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ദിവസവും വന്നാൻ പറ്റില്ല. വന്നാൽ തന്നെ ചിലപ്പോൾ 1-2 മണിക്കൂർ ഇരിക്കും, ഇല്ലെങ്കിൽ ചിലർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം വരും. എന്നിട്ട് ഇങ്ങനെ ഒരു പ്രക്രിയയിൽ യഥാർത്ഥത്തിലുള്ള ഈ സംസാര ബന്ധത്തിൽ നിന്ന് നമ്മൾ മുക്തനാകില്ല എന്നർത്ഥം. ഇത് അടിയുറച്ച ആധ്യാത്മികതയിലേക്ക് നമുക്ക് കാരണമല്ല. അതുകൊണ്ട് ഇതിനൊക്കെ സമയം വച്ചിരിക്കുന്നത് വാനപ്രസ്ഥത്തിൽ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിൽ നടക്കുന്ന എല്ലാ പ്രക്രിയകളോടും, എല്ലാവിധ ജീവന പ്രപഞ്ച ഘടകങ്ങളെ ആശ്രയിച്ചുകൊണ്ടുള്ള ജീവിതത്തിൽ പോലും നിത്യനൈമിത്യ കർമ്മങ്ങളിലായാലും കുറേശ്ശെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് അതിൽ നിന്നെല്ലാം ഭൗതികതയായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് കംപ്ലീറ്റ് ഉപേക്ഷിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അതിന് നിത്യമായിട്ട് നിത്യനൈമിത്യ കർമ്മങ്ങളിലൂടെ ഒരു പ്രാക്ടീസ് ക്രമാനുസൃതമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിനാണ് ഒരു വാനപ്രസ്ഥം എന്ന് പറയുന്നത് ജീവിതഘട്ടം തിരഞ്ഞു വച്ചിരിക്കുന്നത് തന്നെ. അപ്പോൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഇതൊന്നും സാധിക്കില്ല എന്ന് ഋഷീശ്വരന്മാർക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് കുറേശ്ശെ അതിനെ ഉപേക്ഷിക്കണമെന്ന് പറയുന്നത്. ഇനി എത്രയൊക്കെ ശ്രേഷ്ഠനായിരിക്കാൻ രാവണനെ പോലുള്ള ഭക്തർ ഭഗവാൻ ശിവനെ ഉപാസിച്ച് അതിൻ്റെ ശക്തിയിൽ നിന്ന് ഈ പറയുന്ന എല്ലാ ഐശ്വര്യങ്ങളും നേടി ബ്രഹ്മാവിനെ തപം ചെയ്തിട്ടുണ്ട്. അങ്ങനെ 10 മനുഷ്യൻ്റെ ബുദ്ധിയും ശക്തിയും നേടിയെടുത്ത രാവണൻ കേവലം ഒരു പെണ്ണിൻ്റെ പിറകിൽ ഭ്രമിച്ച് ലോകത്തെ തന്നെ നശിപ്പിച്ചു. ലോകത്തെ മുഴുവൻ താൻ നേടിവെച്ച സ്വർണ്ണലങ്കയെ മുഴുവൻ നശിപ്പിക്കാൻ ഇടവന്നു. ഇങ്ങനെ മായാബന്ധിതമായി കഴിഞ്ഞാൽ, ഈ അസുരീഭാവം കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ സർവത്ര നാശം സ്വയം വരുത്തി വെക്കുന്നർത്ഥം.
അതുകൊണ്ട് ആധ്യാത്മികയിൽ പ്രവർത്തിച്ച ശ്രേഷ്ഠത നേടിയവർ വരെ ചിലപ്പോൾ മായയിൽ പെട്ടുകഴിഞ്ഞാൽ തന്നെ ആത്മനാശം ഉണ്ടാക്കി വയ്ക്കും. പക്ഷെ അങ്ങനെ ഒന്ന് നശിച്ചാലും നമ്മൾ എത്രമാത്രം ആധ്യാത്മിക മാർഗത്തിൽ പടികൾ ഉയർന്നിട്ടുണ്ടോ അതേ സ്ഥാനത്ത് തന്നെ വീണ്ടും വന്ന് ജനിക്കുകയും അതനുസരിച്ച് കൊണ്ടുള്ള ഉയർച്ചയും ഒക്കെ ഉണ്ടാകുമെന്ന് ഭഗവാൻ മാർഗം നിർദ്ദേശിച്ച് തന്നതിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചുകൊണ്ട് നമ്മൾ മായയിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുകൂടി നമ്മൾ ഓർത്തിരിക്കണം. മായയിൽ പെട്ടുകഴിഞ്ഞാൽ അബദ്ധവശാൽ ചിലപ്പോൾ പെടും. അങ്ങനെയൊക്കെ സംഭവിക്കേണ്ട ഒരു കാലമാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സംഭവിക്കും. പക്ഷെ സംഭവിച്ചാലും നമേ ഭക്ത പ്രണശതി എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഓർത്തിരിക്കണം എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് സൊല്യൂഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ പരിഹാരമില്ലാത്ത വിഷയമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഇങ്ങനെയൊന്നും ആരും ആധ്യാത്മികതയിലേക്ക് വരാറില്ല. വന്നാൽ തന്നെ മായയിൽ പെടാതെ ശ്രദ്ധിക്കണം. അതൊക്കെയാണ് വേദവൈദിക കർമ്മങ്ങളിൽ ഭക്തി മാർഗത്തിൽ വരെ നമ്മൾ ചിലപ്പോൾ മായയിൽ പെടും. അതുകൊണ്ട് അതിൽ നിന്നും പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അനായാസന ജീവിതം നയിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം ടെക്നോളജി എന്ന് പറയുന്നത്, ഈ സിലബസ് എന്ന് പറയുന്നത് അനായാസന ജീവിതം നയിക്കണമെങ്കിൽ നമ്മൾ ആധ്യാത്മികതയെ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തിൽ വ്യവഹരിക്കണം. നമ്മൾ ചെയ്യാനുള്ള കർമ്മങ്ങൾ ഉപേക്ഷിക്കാനോ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരത്തിലോ വിഹാരത്തിലോ ഒന്നും മാറ്റം വരുത്താതെ തന്നെ യുക്താഹാര വിഹാരസ്യ യുക്തേഷസ്സു കർമ്മസു, ഒരു കാര്യത്തിലും മറ്റൊരാൾ പറയുന്ന കേട്ടിട്ട് 100% അന്ധവിശ്വാസത്തോടുകൂടി അനുസരിക്കാൻ പോവുകയല്ല വേണ്ടത്. നമുക്ക് നമ്മുടെ സ്വഭാവം, നമ്മുടെ വ്യക്തിത്വം എന്താണോ അതിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ചുകൊണ്ട്, നമ്മുടെ കർമ്മവാസന അനുസരിച്ചുകൊണ്ട് ജീവിതം നയിക്കുകയും അതിൽ നിന്ന് നമുക്ക് അറ്റാച്ച്മെൻറ്റോ മമതയോ എന്തിനോടെങ്കിലും ഉണ്ടെങ്കിൽ കുറേശ്ശെ ആയിട്ട് അതിനോട് വിരക്തി സ്വയം ഉണ്ടാക്കുകയും വേണം. ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അനുഭവിക്കാനുള്ള അനുഭവിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനോട് വിരക്തി ഉണ്ടാക്കണം. വീണ്ടും വേണം തോന്നുമ്പോഴാണ്, മതി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിർത്തണം എന്നർത്ഥം. വീണ്ടും അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ വീണ്ടും അറ്റാച്ച്മെൻ്റ് ഉണ്ടാകും. അപ്പം ഏത് വിഷയമാണെങ്കിലും അതിൻ്റെ വിരക്തി ഉണ്ടാക്കും. ആ വിരക്തിയാണ് നമ്മളെ ഈശ്വരനിലേക്ക് അടുപ്പിക്കും. ആ ഈശ്വരനോടുള്ള അടുപ്പം ആസക്തിയായിട്ട്, അറ്റാച്ച്മെൻ്റായിട്ട്, ഈശ്വരനോട് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടായിക്കൊണ്ട് ജീവിച്ചാൽ അവിടെ അനായാസന ജീവിതം നയിക്കുക. അതായത് അതാണ് ആധ്യാത്മികയില്ല. ആത്മീയമായ മാർഗത്തിലൂടെ നമ്മൾ അടി ഉറപ്പിച്ചിട്ട് ഭൗതികതയിൽ നമുക്ക് വ്യവഹരിക്കാം. എന്ത് ചെയ്താലും എന്തിനൊക്കെ വെച്ചാലും അതിൽ മമതാബദ്ധയും കർമ്മദോഷം ഉണ്ടാക്കാതെ, കർമ്മബന്ധനം ഉണ്ടാക്കാതെ ശ്രദ്ധിച്ച് ജീവിക്കാൻ സാധിക്കുന്നത് ആധ്യാത്മികയിൽ അടിയുറച്ചാൽ സാധിക്കും എന്നർത്ഥം. അതാണ് ഇവിടെ മാർഗദർശനവും അത് തന്നെ. അപ്രകാരം അപ്പം നമ്മൾ ആധ്യാത്മികയിൽ പ്രവേശിച്ചാലും വൃന്ദാവനത്തിലോ കാശിയിലോ ബദരിയിലോ എവിടെ പോയിരുന്നാലും വേണ്ടില്ല, ഈ മായ എപ്പോഴും നമ്മുടെ നിഴൽ പോലെ നമ്മുടെ കൂടെ ഉണ്ടാവും. എവിടെ പോയാലും, ഇല്ലേ വൃന്ദാവനത്തിൽ പോയാൽ ഉണ്ടാവില്ല, ഹരിദ്വാറിൽ പോയാൽ ഉണ്ടാവില്ല എന്നൊന്നും പറയണ്ട. എവിടെ ചെന്നാലും ഈ മായ എന്ന് പറയുന്നത് നമ്മുടെ പിന്നാലെ ഉണ്ടാകും, നിഴൽ പോലെ ഉണ്ടാകും. അതുകൊണ്ട് മായയിൽ പെടാതെ സൂക്ഷിക്കണം. അങ്ങനെ അനായാസന ജീവിതം ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒന്നും ഉപേക്ഷിക്കാതെ തന്നെ നിസ്സംഗഭാവത്തിൽ ജനകനെ പോലെ അല്ലെങ്കിൽ രാജർഷിയായിരിക്കുന്ന പരീക്ഷിത് മഹാരാജാവിനെ പോലെ മരണം ആസന്നമായിരിക്കുമ്പോഴും അനായാസന മരണത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ആധ്യാത്മികയിൽ അടി ഉറച്ച് ജീവിക്കണം. അതിനാണ് കൃഷ്ണനെ തന്നെ നനച്ചിരുന്ന കൃഷ്ണനായി തന്നെ ഭവിക്ക വേണ്ടൂ. അതുകൊണ്ട് ആ മരണത്തിൻ്റെ അറിയിപ്പ് കിട്ടിയ നിമിഷം തന്നെ പരീക്ഷിത് മഹാരാജാവ് ഗൃഹസ്ഥാശ്രമ ജീവിതവും ആയുള്ള സകല ബന്ധവും ഉപേക്ഷിച്ച് ഗംഗാനദിയുടെ തീരത്ത് ഭക്തജനങ്ങളോടൊപ്പം ശ്രീമദ് ഭാഗവതം ശ്രവിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഒരു ഘട്ടത്തിൽ ഏതായാലും നമുക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇനി മരണത്തെ കാത്തിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് സംജാതമാണ്. കൃത്യമായിട്ട് നമ്മൾ എന്നാ മരിക്കുന്നതെന്ന് മനസ്സിലായില്ലെങ്കിൽ തന്നെ നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലാകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവും. ഏകദേശമൊക്കെ ഇനിയൊന്നും ചെയ്യാനില്ല. ഗൃഹസ്ഥാശ്രമധർമ്മത്തിലായാലും ഭൗതിക ആത്മീയ തലങ്ങളിലാണെങ്കിലും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നൊരവസ്ഥ സമ്പൂർണ്ണത നമുക്ക് തന്നെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ താമസമില്ലാതെ നമ്മൾ ശരീരം ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന അവസരത്തിൽ അപ്പോൾ പൂർണ്ണമായിട്ടും ഭാഗവതത്തിലോ അല്ലെങ്കിൽ ഗീതയിലോ ഒക്കെ ശ്രദ്ധിച്ച് നിത്യജീവിതം നയിക്കുകയാണ് വേണ്ടത്. പൂർണ്ണമായിട്ടും ബാഹ്യമായ വിഷയങ്ങളിൽ ഇടപെടാതെ ആ ഗൃഹസ്ഥാശ്രമ ശ്രമത്തിൽ പൂർണ്ണമായിട്ടും നമ്മൾ ആ ഭൗതിക ശക്തികൾക്ക് അടിമയാകാതെ പൂർണ്ണമായിട്ട്, അതായത് ചിന്താവാക്ക് പ്രവൃത്തി ഓരോ നിമിഷവും കിട്ടുന്നത് ഈശ്വരസ്മരണയ്ക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം എന്നാണ് കൃഷ്ണ അവബോധം നമ്മളെ പഠിപ്പിക്കുന്നത്. അതോടുകൂടി ഈ കൃഷ്ണചരിതാമൃതം, ശ്രീകൃഷ്ണചരിതാമൃതം എന്ന ഈ സമ്പൂർണ്ണ ഭഗവാന്റെ ജന്മവും കർമ്മവും വിശദീകരിക്കുന്ന ഈ ഒരു
ശ്രമം ഇവിടെ സമ്പൂർണ്ണമാക്കുകയാണ്. ഇതോടുകൂടി ശ്രീകൃഷ്ണ ചരിതാമൃതം എന്ന് പറയുന്ന ഒരു ജ്ഞാനത്തിൻ്റെ മാർഗം തുടങ്ങിയത് ഏകദേശം 2 വർഷത്തിന് മേലെയായി എന്നാണ് എനിക്ക് 460 എപ്പിസോഡ് കൂടിയാണ് ഇത് തീരുന്നത്. ഇത് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു തന്നത് ശ്രീകൃഷ്ണ എന്ന് പറയുന്ന ഒരു പുസ്തകം. അതിൻ്റെ ഉപജ്ഞാതാവ് പ്രഭുപാദരാണ്. ഹരേ കൃഷ്ണ ഹരേ രാമ എന്ന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായിരിക്കുന്ന പ്രഭുപാദരാണ് ഈ പുസ്തകത്തിൻ്റെ രചനയും നടത്തിയിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും ഗീതയിലെ 4-ാം അധ്യായത്തിൽ പറയുന്ന ജന്മകർമ്മജമേ ദിവ്യം ഏവം യോപേത്തി തത്വതാ തിക്വാദേഹം പുനജന്മ നൈതി മാമേതിസോ അർജുന എന്ന് ഭഗവാൻ പറഞ്ഞത്, എൻ്റെ ദിവ്യമായ ജന്മവും എൻ്റെ കർമ്മവും ആരാണോ താത്വികമായിട്ട് മനസ്സിലാക്കുന്നത് അവർക്ക് പുനർജന്മം ഉണ്ടാകില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന്, ഈശ്വര സാക്ഷാത്കാരത്തിന്, പരമപദത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗദർശനം കൂടിയാണ് ഈ 89 അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത ഭാഷ്യം എന്ന പേരിൽ ഈ ഒരു പുസ്തകം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന ആ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവും ലോകത്തിൽ മുഴുവൻ ഈ കൃഷ്ണ അവബോധം ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു മഹാത്മാവാണ് പ്രഭുപാദർ. അദ്ദേഹത്തിൻ്റെ ഈ പ്രയത്നത്തിന് മുമ്പിൽ സാദരം ഭഗവാന്റെ നാമത്തിൽ പ്രണമിച്ചുകൊണ്ട് ഈ ശ്രീകൃഷ്ണ ചരിതാമൃതം എന്ന ജ്ഞാനത്തിൻ്റെ അമൃത് എൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടും ഈ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ സാധിച്ചത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ഇതോടുകൂടി ഈ ശ്രീകൃഷ്ണ ചരിതാമൃതം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം നായനമാർക്കേണ മഹിം മഹീശാ ഗോ ബ്രാഹ്മണേഭ്യ സുനിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.